നമസ്കാരം. ഉച്ചവാർത്ത ആരംഭിക്കുന്നു. ആദ്യം പ്രധാന തലക്കെട്ടുകളിലേക്ക്. കണ്ണൂർ അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജ് ജീവൻ ഒടുക്കുന്നതിന് തൊട്ടുമുമ്പ് പ്രിൻസിപ്പലിന്റെ മുറിയിൽ നടന്നതെന്ത് എന്ന് കണ്ടെത്താനുള്ള ശ്രമത്തിൽ അന്വേഷണ സംഘം. നിതിൻ മുറിയിൽ നിന്ന് പുറത്തേക്ക് വന്നത് കരഞ്ഞുകൊണ്ടെന്ന് ദൃക്സാക്ഷികൾ. ആപ്ലോണിന്റെ പേരിൽ നിതിൻ ആത്മഹത്യ ചെയ്യില്ലെന്ന് സഹോദരി. എല്ലാവരും കൂടെ ചേർന്ന് അവനെ കൊന്നതാണ് കാര്യം. ഒരുപാട് കുട്ടികൾ പറഞ്ഞായിരുന്നു, ഞങ്ങൾ ഫോണിൽ വിളിച്ച് പറഞ്ഞായിരുന്നു, നിതിൻ അവിടെ ദേഷ്യത്തിൽ പോകുന്നത് കണ്ടായിരുന്നു, നിതിൻ ആ ഓഫീസിലേക്ക് കയറി പോകുന്നത് കണ്ടായിരുന്നു എന്ന് പറഞ്ഞായിരുന്നു. നിതിനെ മരണത്തിലേക്ക് തള്ളിവിട്ടത് മാപ്പർഹിക്കാത്ത കുറ്റമെന്നും വേദനിപ്പിക്കുന്നുവെന്നും മുഖ്യമന്ത്രിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ്. ജാതിവെറിക്കെതിരായ പോരാട്ടം ഇന്നും പ്രസക്തമെന്ന് VM സുധീരൻ. ഇത്തരം കോളേജുകൾ തുടരണോ എന്നത് ആലോചിക്കുമെന്ന് VC മോഹൻ കുഞ്ഞുമ്മൻ. സംസ്ഥാനത്ത് വൈദ്യുതി ഉപയോഗത്തിൽ റെക്കോർഡ്. ഇന്നലെ വൈകിട്ട് ഉപയോഗിച്ചത് 5933 മെഗാവാട്ട് വൈദ്യുതി. ഈ മാസത്തെ ഏറ്റവും വലിയ കണക്ക്. ഇന്നലെ മാത്രം 112.16 ദശലക്ഷം യൂണിറ്റ്. ഇടുക്കിയും വയനാടും ഒഴികെയുള്ള 12 ജില്ലകളിൽ ഉയർന്ന താപനില മുന്നറിയിപ്പ് നൽകി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പാലക്കാട് 40 ഡിഗ്രി സെൽഷ്യസ് വരെ ചൂട് കൂടും. ആലപ്പുഴ തുറവൂർ താലൂക്ക് ആശുപത്രിയിൽ തീപിടുത്തം. വൻ അപകടം ഒഴിവായത് രോഗികളെ പെട്ടെന്ന് മാറ്റിയതിനാൽ. വൈദ്യുതി ഷോർട്ട് സർക്യൂട്ടോ അമിത ചൂടോ ആകാം തീപിടുത്തത്തിന് കാരണമെന്ന വിലയിരുത്തൽ. 1 കോടി രൂപയുടെ മരുന്നുകൾ കത്തി നശിച്ചു. നമ്മുടെ ആശുപത്രിയിലോട്ട് ആവശ്യമായിട്ടുള്ള മരുന്നുകളുടെ മെയിൻ സ്റ്റോറാണ് ഇപ്പോൾ കത്തി നശിച്ചത്. അപ്പോൾ ആശുപത്രിക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ മരുന്നുകളും കത്തി നശിച്ചു പോയി കഴിഞ്ഞു. തമിഴ്നാട്ടിൽ പ്രകടന പത്രിക പുറത്തിറക്കി BJP. 1 വർഷം 3 സൗജന്യ LPG സിലിണ്ടറുകൾ. വീട്ടമ്മമാർക്ക് പ്രതിമാസം 2000 രൂപ. ഓരോ വീട്ടിലേക്കും ഒറ്റത്തവണയായി 10000 രൂപ. TVK അധ്യക്ഷൻ വിജയ് 3ാം സ്ഥാനത്തേക്ക് തള്ളപ്പെടുമെന്ന് DMKയും NDAയും. ബംഗാളിൽ അഴിമതിക്കാരായ മമതാ സർക്കാരിനെ തലകീഴായി കെട്ടിത്തൂക്കുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. വനിതാ സംവരണ ഭേദഗതിയിൽ സ്ത്രീകൾക്ക് തുറന്ന കത്തയച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ബില്ല് ഇനിയും വൈകിപ്പിക്കുന്നത് അനീതിയെന്നും 2029 മുതൽ നടപ്പാക്കാൻ സ്ത്രീകളുടെ അനുഗ്രഹം തേടുന്നുവെന്നും മോദി. MP മാരോടും കത്തെഴുതാൻ മോദിയുടെ ആഹ്വാനം. ലോൺ ആപ്പിന്റെ പേരിൽ നിതിൻ ആത്മഹത്യ ചെയ്യില്ല എന്ന് അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജിൽ മരിച്ച നിതിന്റെ സഹോദരി. കോളേജിൽ നടന്നത് എന്താണെന്ന് അറിയണം. 12 മണിവരെ മെസ്സേജ് അയച്ചിരുന്നുവെന്നും എല്ലാവരും കൂടി ചേർന്ന് കൊന്നതാണെന്നും നിതിന്റെ സഹോദരി പറഞ്ഞു. ലോൺ ആപ്പുമായി ബന്ധപ്പെട്ട് തെളിവുകളുണ്ടെന്നും ലത ടീച്ചറുടെ നമ്പർ ഫോൺ ഹാക്ക് ചെയ്ത് എടുത്തതാകാമെന്നും അവർ പറഞ്ഞു. ആപ്ലോണിൻ്റെ പേര് പറഞ്ഞിട്ട് ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. കാര്യം അത്രയും ബോൾഡായിട്ടുള്ളൊരു കുട്ടിയാണ് അവൻ. നിങ്ങൾക്ക് ആ വോയിസ് കേൾക്കുമ്പോൾ തന്നെ അറിയാം. അതായത് ആപ്ലോണിൻ്റെ കാര്യത്തിൽ ഒരിക്കലും അവൻ ചെയ്യൂല. ആ കരഞ്ഞോണ്ട് ഇറങ്ങിപ്പോകുന്ന CCTV ദൃശ്യങ്ങളെല്ലാം കിട്ടിയിട്ടുണ്ട്. അവിടെ എന്തോ നടന്നിട്ടുണ്ട്. അല്ലാതെ ഒരിക്കലും ആപ്ലോണിൻ്റെ പേര് പറഞ്ഞിട്ടല്ല കൊച്ച് സൂയിസൈഡ് ചെയ്തത്. കാര്യം ഈ ആപ്ലോണിൻ്റെ കാര്യം ഞങ്ങൾക്ക് അറിയാവുന്നതുമാണ്. ഞാൻ ഇതിന് പേയ്മെൻറ്റ് അടച്ചതുമാണ്, പേയ്മെൻറ്റ് അയച്ചു കൊടുത്തതുമാണ്. ലത എന്ന് പറയുന്ന അവരുടെ ഡീറ്റെയിൽസ് വെച്ച് നമുക്ക് ലോൺ എടുക്കാൻ പറ്റില്ല. കാര്യം എങ്കിൽ തന്നെ അവരുടെ ഡീറ്റെയിൽസ് ഫുള്ള് നമുക്കുണ്ടെങ്കിലേ അത് വെക്കാൻ പറ്റും. പിന്നെ റെഫറൻസ് നമ്പറായിട്ട് വെച്ചേക്കുന്നത് ചേച്ചിയുടെയും അച്ഛൻ്റെയും അമ്മയുടെയും ആണ് വെച്ചേക്കുന്നത്, എൻ്റെയും. അപ്പം 12 മണി വരെ ഞങ്ങൾക്ക് മെസ്സേജ് അയച്ചാൽ അതിനുശേഷം മെസ്സേജും ഇല്ല. എന്ത് വിഷമമുണ്ടെങ്കിൽ അപ്പോഴും എന്നെ വിളിക്കണമെന്നാണ്. ഇങ്ങടി എല്ലാവരും കൂടെ ചേർന്ന് അവനെ കൊന്നതാണ്. കണ്ണൂർ അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജിൽ ആത്മഹത്യ ചെയ്ത നിതിൻ രാജിന്റെ വീട് ആരോഗ്യ സർവകലാശാല വൈസ് ചാൻസലർ മോഹൻ കുന്നുമ്മൽ സന്ദർശിച്ചു. കർശന നടപടികളുമായി മുന്നോട്ടു പോകുമെന്നും ആരോഗ്യ സർവകലാശാല അന്വേഷണം ആരംഭിച്ചുവെന്നും മോഹൻ കുന്നുമ്മൽ പറഞ്ഞു. ആരോഗ്യ സർവകലാശാലയുടെ വിദ്യാർത്ഥിയാണ് നിതിൻ രാജ്. ആ കുട്ടിയുടെ മരണം യൂണിവേഴ്സിറ്റിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ദുഃഖകരമാണ്. യൂണിവേഴ്സിറ്റിയുടെ തലത്തിൽ അന്വേഷണം ഈ വിഷയം അറിഞ്ഞ അപ്പോൾ തന്നെ പ്രഖ്യാപിച്ചതാണ്. യൂണിവേഴ്സിറ്റിയുടെ ഗവേണിംഗ് കൗൺസിൽ മെമ്പർ ലഫ്റ്റനന്റ് ജനറൽ അജിത് നീലകണ്ഠൻ, അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ യൂണിവേഴ്സിറ്റിയുടെ വിദ്യാഭ്യാസ കാര്യാലയം ഡീൻ, അതുപോലെ ഡെന്റൽ ഡീൻ, മെഡിസിൻ ഡീൻ, ഇത്രയും പേരുള്ള സംഘം അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്.
കൂടുതൽ വിവരങ്ങളുമായി ദേവിക ചേരുകയാണ്. ദേവിക, ഈ നിതിൻ രാജിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ആരോഗ്യ സർവകലാശാലയുടെ അന്വേഷണം അത് ഏത് വിധത്തിലാണ്? എന്താണ് വൈസ് ചാൻസലർ മോഹൻ കുന്നുമ്മൽ പറഞ്ഞത് മാധ്യമങ്ങളോട്? ഈ ആരോഗ്യ സർവകലാശാല വൈസ് ചാൻസലറായിട്ടുള്ള മോഹൻ കുന്നുമ്മൽ രാവിലെയാണ് ഈ നിതിൻ രാജിന്റെ വീട് സന്ദർശിച്ചത്. അദ്ദേഹം പറഞ്ഞത് കേരളം പോലൊരു സംസ്ഥാനത്ത് ഒരിക്കലും നടക്കാൻ പാടില്ലാത്ത കാര്യമാണ് നടന്നത് എന്നാണ്. എന്തായാലും സർവകലാശാലയും പോലീസിനൊപ്പം തന്നെ മറ്റൊരു അന്വേഷണവുമായി മുന്നോട്ട് പോകുന്നുണ്ട്. 4 അംഗ സമിതിയെയാണ് ഇതിനുവേണ്ടി സർവകലാശാല നിയോഗിച്ചിട്ടുള്ളത്. ലഫ്റ്റനന്റ് ജനറൽ അജിത് നീലകണ്ഠന്റെ നേതൃത്വത്തിലുള്ള ഡെന്റൽ ഡീൻ അടക്കമുള്ളവർ ഉൾപ്പെട്ട 4 അംഗ വിദഗ്ധ സമിതിയാണ് ഈ അന്വേഷണത്തിലുള്ളത്. അവർ എത്രയും പെട്ടെന്ന് കണ്ണൂരിലെ അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജിലെത്തി മറ്റു പരിശോധനകളിലേക്ക് കടക്കുമെന്ന കാര്യം തന്നെയാണ് മനസ്സിലാകുന്നത്. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്ന കാര്യത്തിൽ ഇനിയും വ്യക്തത വരേണ്ടതുണ്ട്. ഈ സ്റ്റാഫ് റൂമിൽ നിന്നും കരഞ്ഞുകൊണ്ട് ഈ നിതിൻ രാജ് പുറത്തേക്ക് വരുന്ന കാര്യങ്ങൾ അടക്കമുള്ളത് സഹപാഠികൾ അടക്കമുള്ളവർ വ്യക്തമാക്കിയതാണ്. എന്താണ് അവിടെ സംഭവിച്ചത് എന്ന കാര്യം തന്നെയാണ് ഇനി വ്യക്തത വരേണ്ടത്. നിതിൻ രാജിന്റെ സഹോദരിയായ രാഖി മാധ്യമങ്ങളോട് അല്പസമയം മുൻപ് പ്രതികരിച്ചിരുന്നു. അവരും വ്യക്തമാക്കുന്നത് ഇത്തരത്തിലൊരു ലോൺ ആപ്പിന്റെ പേരിൽ ഈ നിതിൻ രാജ് എന്ന് പറയുന്ന വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്യാനുള്ള യാതൊരു സാഹചര്യവുമില്ല എന്നത് തന്നെയാണ്. ലോൺ ആപ്പിന്റെ പേരിലാണ് ഇത്തരത്തിലെ അന്വേഷണം മുന്നോട്ട് പോകുന്നതെങ്കിൽ ഈ നിതിൻ രാജിന് നീതി ലഭിച്ചില്ല എങ്കിൽ തങ്ങളും ഈ ഭൂമിയിൽ ഉണ്ടാകില്ല എന്ന മുന്നറിയിപ്പ് തന്നെയാണ് നിതിൻ രാജിന്റെ സഹോദരിയായ രാഖി പറയുന്നത്. ഈ നിതിൻ രാജ് എല്ലാ ദിവസവും വീട്ടിൽ വിളിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ്. എല്ലാ പ്രശ്നങ്ങളും കുടുംബാംഗങ്ങളോട് വ്യക്തമാക്കുന്ന പങ്കിടുന്ന വിദ്യാർത്ഥിയാണ്. അവസാനം വിളിച്ചപ്പോൾ പോലും ഇത്തരത്തിലൊരു മാനസിക സമ്മർദ്ദമോ വിഷമമോ ഉണ്ടായിരുന്നെങ്കിൽ തങ്ങളോട് വ്യക്തമാക്കുമായിരുന്നു എന്ന കാര്യം തന്നെയാണ് രാഖി പറയുന്നത്. ഈ മീറ്റിംഗിന് ശേഷം ഈ നിതിൻ രാജ് വീട്ടിലേക്ക് വിളിച്ചിട്ടില്ല. അവിടെ എന്താണ് സംഭവിച്ചത് എന്നതടക്കമുള്ള കാര്യങ്ങൾ ഇനി വ്യക്തത വരേണ്ടതുണ്ട്. മോഹൻ കുന്നുമ്മൽ വ്യക്തമാക്കിയത് ഈ അധ്യാപകനായ റാമിനെതിരെ ഈ സർവകലാശാലയിൽ ലഭിക്കുന്ന ആദ്യത്തെ പരാതിയാണ് ഈ നിതിൻ രാജിന്റെ ആത്മഹത്യയിലുള്ളത് എന്നാണ്. എന്തായാലും ഈ പരാതിയിൽ കൃത്യമായിട്ടുള്ള ഒരു അന്വേഷണം നടത്തി മുന്നോട്ട് പോകാൻ തന്നെയാണ് ഇവരുടെ തീരുമാനം. മായ ദേവികയാണ് വിവരങ്ങൾ നൽകിയത്. നിതിൻ രാജിന്റെ മരണത്തിൽ പ്രിൻസിപ്പലിന്റെ മുറിയിൽ നടന്നത് എന്ത് എന്ന് കണ്ടെത്താൻ അന്വേഷണ സംഘം. ജീവൻ ഒടുക്കുന്നതിന് മിനിറ്റുകൾക്ക് മുമ്പ് വിദ്യാർത്ഥി പുറത്തേക്ക് വന്നത് കരഞ്ഞുകൊണ്ടെന്ന് ദൃക്സാക്ഷികൾ പറയുന്നു. സംഭവത്തിന്റെ CCTV ദൃശ്യങ്ങളും തെളിവാണ്. നിരന്തരം അവഹേളനം ഉണ്ടായതായും നിതിൻ രാജിന്റെ ഫോൺ അധ്യാപകർ പരിശോധിച്ചതായും വിവരമുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി ജോസഫ് അഗസ്റ്റിൻ ചേരുകയാണ്. ജോസഫ്, എങ്ങനെയാണ് അന്വേഷണം മുന്നോട്ട് പോകുന്നത്? എന്താണ് അന്വേഷണ സംഘം പറയുന്നത്? ഏറ്റവും പ്രധാനപ്പെട്ടത് അല്പസമയം മുമ്പ് മാധ്യമങ്ങളോട് ഈ കോളേജിന്റെ പ്രിൻസിപ്പളായിട്ടുള്ള മോനി സംസാരിച്ചിരുന്നു. അദ്ദേഹം പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ ആപ്പുമായി ബന്ധപ്പെട്ട് അധ്യാപികയുടെ ഒരു പരാതി ലഭിച്ചിരുന്നു. ഈ പരാതി തുടർന്ന് നിതിൻ രാജിനെ ഇത്തരത്തിൽ ഓഫീസ് ക്യാബിനിലേക്ക് വിളിച്ചു വരുത്തുകയും പിന്നീട് ഇതിനെ സംബന്ധിച്ച് ചർച്ചകൾ നടത്തുകയും ചെയ്തിരുന്നു. ഈ ചർച്ചകൾക്കൊടുവിൽ ഇത്തരത്തിൽ എങ്ങനെയാണ് ഈ ടീച്ചർക്ക് ഈ ഫോൺ നമ്പർ കൈമാറ്റം ചെയ്തത് എന്നുള്ള കാര്യമാണ് ഇവർ പ്രധാനമായും ചോദിച്ചറിഞ്ഞത്. ഇതൊരു പരാതിയായി തന്നെ ടീച്ചർ ഉന്നയിച്ചിരുന്നു എന്നാണ് ഈ കോളേജ് പ്രിൻസിപ്പൽ ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത്. മറ്റൊരു കാര്യം, ഇത്തരത്തിൽ ഈ നിതിൻ രാജ് ആ ഘട്ടത്തിൽ പറഞ്ഞു ടീച്ചറിന്റെ നമ്പർ ഒരിക്കലും നൽകിയിട്ടില്ല. അമ്മയുടെ നമ്പറും സഹോദരിയുടെ നമ്പറും അച്ഛന്റെ നമ്പറുമാണ് നൽകിയിരിക്കുന്നതെന്ന് നിതിൻ രാജ് പറഞ്ഞു. പക്ഷേ ടീച്ചറിന്റെ ഫോണിലേക്ക് നിതിന്റെ ഫോട്ടോ ഉൾപ്പെടെ അവർ ആപ്പിലുള്ള ആപ്പ് അധികൃതർ അയച്ചിരുന്നു. ഇതിന്റെ തെളിവുകൾ ഉൾപ്പെടെയാണ് ടീച്ചർ കാണിച്ച് പരാതിപ്പെട്ടത്. ഇതിൽ വലിയ രീതിയിൽ ചർച്ചകൾ നടന്നു എന്നാണ് ഇപ്പോൾ പ്രതികരണം നടത്തിയ പ്രിൻസിപ്പൽ തന്നെ വ്യക്തമാക്കിയിട്ടുള്ളത്. അതിനുശേഷം ഫോൺ അവിടെ വെച്ചതിന് ഈ ഓഫീസിൽ വെച്ചതിന് ശേഷം, അതായത് ഇവരുടെ മധ്യത്തിൽ വെച്ചതിന് ശേഷം നിതിൻ രാജ് ഇറങ്ങി പോവുകയായിരുന്നു എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരണം നടത്തിയ കോളേജ് പ്രിൻസിപ്പൽ ഇതിനോടകം തന്നെ വ്യക്തമാക്കിയിട്ടുള്ളത്. ഇന്നലെ ഈ പ്രിൻസിപ്പലിന്റെ മൊഴി പോലീസ് രേഖപ്പെടുത്തിയെന്നും വരും ദിവസങ്ങളിൽ കൂടുതൽ പേരെ മൊഴി രേഖപ്പെടുത്തുമെന്നുമാണ് പ്രിൻസിപ്പൽ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചിരിക്കുന്നത്. എന്തായാലും ഇന്റേണൽ പ്രശ്ന പരിഹാരം നിതിന്റെ മരണവുമായി ബന്ധപ്പെട്ട് അന്വേഷണം പുരോഗമിക്കുകയാണ്. വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു കണ്ണൂരിൽ നിന്ന് ജോസഫ് അഗസ്റ്റിൻ. ക്യാമ്പസുകളിലെ വർദ്ധിച്ചുവരുന്ന ജാതീയ വിവേചനങ്ങൾക്കെതിരെ പ്രതികരിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ മിടുക്കനായ ഒരു വിദ്യാർത്ഥിയെ മരണത്തിലേക്ക് തള്ളിവിട്ടത് ആരായാലും അത് മാപ്പർഹിക്കാത്ത കുറ്റമാണ്. കേരളമാകെ നിതിൻ രാജിന്റെ കുടുംബത്തിനൊപ്പമുണ്ട്. പുരോഗമന കേരളത്തിന് ഇത്തരം വാർത്തകൾ ഒട്ടും ഭൂഷണമല്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. അംബേദ്കർ ജയന്തി ദിനത്തിൽ ഫേസ്ബുക്കിൽ കുറിച്ച കുറിപ്പിലായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രതികരണം. അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥി നിതിൻ രാജിന്റെ ആത്മഹത്യയെ അപലപിച്ച അദ്ദേഹം ക്യാമ്പസുകളിലെ വിവേചനം അവസാനിപ്പിക്കാൻ രോഹിത് വെമുല ആക്ട് നടപ്പിലാക്കണമെന്നും ആവശ്യപ്പെട്ടു. ജാതി വെറിക്കെതിരായ പോരാട്ടം ഇന്നും പ്രസക്തമാണെന്ന് കോൺഗ്രസ് നേതാവ് VM സുധീരൻ. നിതിന്റെ മരണം ഞെട്ടിക്കുന്നതാണ്. ലോകത്തിനു മുന്നിൽ കേരളം തലകുനിക്കേണ്ട സാഹചര്യമാണ്. കുറ്റക്കാർക്കെതിരെ ശക്തമായ നടപടി ഉണ്ടാകണമെന്നും സുധീരൻ ആവശ്യപ്പെട്ടു. അധിക്ഷേപത്തിന് ഇരയായി സ്വജീവിതം ഉപേക്ഷിക്കേണ്ടി വന്ന ആ വിദ്യാർത്ഥി
വലിയൊരു ചോദ്യചിഹ്നമാണ് ഉയർത്തിയത്. ഈ സാഹചര്യത്തിലേക്ക് വിദ്യാർത്ഥിയെ എത്തിച്ച ഈ പശ്ചാത്തലം, അതിന് ഉത്തരവാദികളായ അധ്യാപകർ, അവരെ നിയന്ത്രിക്കുന്നതിൽ പരാജയപ്പെട്ട കോളേജ് ഭരണ സംവിധാനം, ഇതെല്ലാം സമൂഹത്തിൻ്റെ മുന്നിൽ ചോദ്യം ഉയർത്തുകയാണ്. ഏതായാലും ഈ സംഭവത്തിൽ കേരളത്തെ ഞെട്ടിച്ച കുറ്റവാളികളെ മാതൃകാപരമായി ശിക്ഷിക്കേണ്ടിയിരിക്കുന്നു. ആലപ്പുഴ തുറവൂർ താലൂക്ക് ആശുപത്രിയിൽ തീപിടുത്തം. തീ പൂർണ്ണമായും അണച്ചു. ആളപായമില്ല. 3-ാം നിലയിലെ മരുന്നുകൾ സൂക്ഷിച്ചിരുന്ന മുറിയിലാണ് തീപിടുത്തം ഉണ്ടായത്. AC-യിലുണ്ടായ ഷോർട്ട് സർക്യൂട്ടോ അമിത ചൂടോ ആകാം കാരണമെന്നാണ് പ്രാഥമികമായ വിലയിരുത്തൽ. രാവിലെ 10 മണിയോടെയായിരുന്നു ആശുപത്രിയുടെ 3-ാം നിലയിലെ മരുന്നുകൾ സൂക്ഷിച്ചിരുന്ന മുറിയിൽ തീ പടർന്നത്. ആശുപത്രിയിലേക്ക് ആവശ്യമായ മരുന്നുകളും സാനിറ്റൈസറുകളും സൂക്ഷിച്ചിരുന്ന മുറിയായതിനാൽ തന്നെ തീ വേഗത്തിൽ ആളിപ്പടർന്നു. തുടർന്ന് ചികിത്സയിലുണ്ടായിരുന്ന ഡയാലിസിസ് രോഗികൾ ഉൾപ്പെടെയുള്ളവരെ ആലപ്പുഴ, ചേർത്തല ആശുപത്രികളിലേക്ക് മാറ്റി. ഏകദേശം 1 കോടി രൂപയുടെ മരുന്നുകൾ കത്തി നശിച്ചിട്ടുണ്ട് എന്ന് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ റൂബി അമൃത വാർത്തകളോട് പറഞ്ഞു. ഷോർട്ട് സർക്യൂട്ട് വലുതാകാനാണ് സാധ്യത. AC-യിൽ നിന്നുള്ള ഷോർട്ട് സർക്യൂട്ട് ആകാനാണ് സാധ്യത എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഡയാലിസിസ് പേഷ്യൻസ് 10-11ഓളം പേരെ ഡയാലിസിസ് ചെയ്തിരിക്കുകയായിരുന്നു. ഇത് അറിഞ്ഞ ഉടൻ തന്നെ അവരെ ഇവാക്യുവേറ്റ് ചെയ്തു. ചേർത്തല താലൂക്ക് ആശുപത്രിയിലോട്ടും ആലപ്പുഴ ജനറൽ ആശുപത്രിയിലോട്ടും വരെ എത്തിച്ചിട്ടുണ്ട്. അത് ലേബർ റൂമിൽ നിന്നുള്ള ഒരു പേഷ്യൻ്റ് ലേബർ റൂമിലായിരുന്നു. ആ പേഷ്യനെ ഉടൻ തന്നെ ചേർത്തലയ്ക്ക് ഷിഫ്റ്റ് ചെയ്തു. ചേർത്തല കിൻഡർ ഹോസ്പിറ്റലിൽ എത്തിച്ച് പ്രസവിക്കുകയും ചെയ്തു. നമ്മുടെ ആശുപത്രിയിലോട്ട് ആവശ്യമായിട്ടുള്ള മരുന്നുകളുടെ മെയിൻ സ്റ്റോറാണ് ഇപ്പോൾ കത്തി നശിച്ചത്. അപ്പോൾ ആശുപത്രിക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ മരുന്നുകളും കത്തി നശിച്ചു പോയി കഴിഞ്ഞു. മണിക്കൂറുകൾക്കുള്ളിൽ തീയണച്ചെങ്കിലും അന്തരീക്ഷത്തിലേക്ക് വലിയ പുക ഉയർന്നത് ജനങ്ങളിൽ പരിഭ്രാന്തി പരത്തി. പിന്നീട് പുക നിയന്ത്രണ വിധേയമാക്കാൻ മണിക്കൂറുകൾ വേണ്ടിവന്നു. ആലപ്പുഴ, ചേർത്തല, എറണാകുളം യൂണിറ്റുകളിലെ അഗ്നിരക്ഷാസേന എത്തിയാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. മരുന്നുകൾ കത്തിയതിൽ നിന്നുയർന്ന ദുർഗന്ധവും പുകയും രക്ഷാപ്രവർത്തനങ്ങൾക്ക് തടസ്സമായി. അപകടത്തിന്റെ കാരണം അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ ആരോഗ്യവകുപ്പ് DMOയ്ക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതേസമയം 2 ദിവസത്തിനകം ആശുപത്രി പ്രവർത്തനം പുനരാരംഭിക്കുമെന്ന് സ്ഥലം MLA ദലീമ ജോജോ പറഞ്ഞു. അമൃത ന്യൂസ്, ആലപ്പുഴ. സുപ്രധാന എണ്ണ ഇടനാഴിയിൽ ഒരു രാജ്യത്തിനും പ്രത്യേക അധികാരമോ നിയന്ത്രണമോ ഇല്ലെന്ന് ഐക്യരാഷ്ട്രസഭ സെക്രട്ടറി ജനറൽ ആഴ്സേനിയോ ഡൊമിംഗോസ്. മുൻ വിധികൾ നിശ്ചയിക്കുന്നത് സാഹചര്യം കൂടുതൽ വഷളാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം ഹോർമുസ് കടലിടുക്കിൽ നിയന്ത്രണങ്ങൾ കടുപ്പിച്ചിരിക്കുകയാണ് അമേരിക്ക. ഉപരോധം ലംഘിക്കുന്ന കപ്പലുകൾ പിടിച്ചെടുക്കുകയോ ഇടപെടുകയോ ചെയ്യുമെന്ന് അമേരിക്ക നോട്ടീസ് നൽകിയിട്ടുണ്ട്. പാകിസ്ഥാനിൽ നടന്ന സമാധാന ചർച്ചകൾ പരാജയപ്പെട്ടതിന് പിന്നാലെയാണ് ട്രംപ് ഭരണകൂടം ഈ കടുത്ത നീക്കത്തിലേക്ക് കടന്നത്. അതിനിടെ അമേരിക്കയുടെ നീക്കത്തിനെതിരെ മുന്നറിയിപ്പുമായി ഇറാൻ സൈന്യവും റവല്യൂഷണറി ഗാർഡ്സും രംഗത്തെത്തി. തങ്ങളുടെ തുറമുഖങ്ങൾക്ക് ഭീഷണി നേരിട്ടാൽ പേർഷ്യൻ ഗൾഫിലെയും ഒമാൻ കടലിലെയും ഒരു തുറമുഖവും സുരക്ഷിതമായിരിക്കില്ല എന്ന് ഇറാൻ പ്രഖ്യാപിച്ചു. ഇന്ന് വൈകുന്നേരം ഇന്ത്യൻ സമയം രാത്രി 7:30 ഉപരോധം പൂർണ്ണ തോതിൽ നിലവിൽ വരുമെന്ന് ട്രംപ് അറിയിച്ചു. വനിതാ സംവരണം ഇന്ത്യയുടെ നാരീശക്തി പ്രകടമാക്കുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ തുറന്ന കത്ത്. പതിറ്റാണ്ടുകളായി മുടങ്ങിക്കിടന്ന കാര്യം നിശ്ചയദാർഢ്യത്തിലൂടെ നടപ്പാക്കുകയാണ്. 2029 ലോക്സഭാ, നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ വനിതാ സംവരണം പൂർണ്ണമായി നടപ്പാക്കുമെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. ഈ മാസം 16 മുതൽ ചേരുന്ന 3 ദിവസത്തെ പാർലമെന്റ് സമ്മേളനത്തിൽ വനിതകൾക്ക് 33% സംവരണം ഉറപ്പാക്കുന്ന വനിതാ സംവരണ ബിൽ കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ച് പാസാക്കും. അതിനു മുൻപായാണ് ബില്ലിന്റെ പ്രാധാന്യവും വനിതാ സംവരണം ഇന്ത്യയുടെ നാരീശക്തി പ്രകടമാക്കുന്നതെന്നും വ്യക്തമാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ തുറന്ന കത്ത്. നിയമനിർമ്മാണ സ്ഥാപനങ്ങളിൽ സ്ത്രീകൾക്ക് സംവരണം ഉറപ്പാക്കാനുള്ള തീരുമാനത്തെ ഇന്ത്യയിലുടനീളമുള്ള സ്ത്രീകൾ അഭിനന്ദിക്കുന്നു. പതിറ്റാണ്ടുകളായി മുടങ്ങിക്കിടക്കുന്ന കാര്യം ദൃഢനിശ്ചയത്തിലൂടെ നടപ്പാക്കുകയാണ്. 2029 ലോക്സഭ, നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ വനിതാ സംവരണം പൂർണ്ണമായി നടപ്പാക്കുമെന്നും ഇതിലൂടെ ഇന്ത്യൻ ജനാധിപത്യം കൂടുതൽ കരുത്തുറ്റതാകുമെന്നും പ്രധാനമന്ത്രി കത്തിൽ പറയുന്നു. വനിതാ സംവരണ ബിൽ ഈ നൂറ്റാണ്ടിലെടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനമാണെന്നും ഇതിലൂടെ ഇന്ത്യ പുതിയ ചരിത്രം രചിക്കുകയാണെന്നും നരേന്ദ്രമോദി വ്യക്തമാക്കിയിരുന്നു. പാർലമെന്റിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഒറ്റക്കെട്ടായി നിന്ന് ബില്ല് പാസാക്കണമെന്നാവശ്യപ്പെട്ട് MP-മാർക്ക് മോദി നേരത്തെ കത്തയച്ചിരുന്നു. അമൃത ന്യൂസ്, ന്യൂഡൽഹി. സംസ്ഥാനത്ത് റെക്കോർഡ് വൈദ്യുതി ഉപഭോഗം. ഇന്നലെ വൈകുന്നേരം മാത്രം 5933 മെഗാവാട്ട് വൈദ്യുതിയായിരുന്നു ഉപയോഗിച്ചത്. ആദ്യമായിട്ടാണ് വൈദ്യുതി ഉപഭോഗം ഇത്രയും അധികം ഉയരുന്നത്. ഈ മാസത്തെ ഏറ്റവും ഉയർന്ന വൈദ്യുതി ഉപഭോഗവും ഇന്നലെ രേഖപ്പെടുത്തിയതായിരുന്നു. 112.16 ദശലക്ഷം യൂണിറ്റ് വൈദ്യുതിയാണ് ഇന്നലെ മാത്രം ഉപയോഗിച്ചത്.
സംസ്ഥാനത്ത് കനത്ത ചൂട് തുടരുന്നു. ഇടുക്കിയും വയനാടും ഒഴികെയുള്ള 12 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. പാലക്കാട് 40 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയർന്നേക്കുമെന്നാണ് മുന്നറിയിപ്പ്. കനത്ത ചൂടിൽ ചുട്ടുപൊള്ളുകയാണ് സംസ്ഥാനം. ഇടുക്കിയും വയനാടും ഒഴികെയുള്ള 12 ജില്ലകളിലും ഉയർന്ന താപനില മുന്നറിയിപ്പാണ് ഉള്ളത്. ഇവിടങ്ങളിൽ യെല്ലോ അലർട്ട് പുറപ്പെടുവിച്ചിരിക്കുകയാണ് കാലാവസ്ഥാ വകുപ്പ്. ഏറ്റവും അധികം ചൂട് അനുഭവപ്പെടുക പാലക്കാടാണ്. ഇന്ന് താപനില 40-നടുത്ത് രേഖപ്പെടുത്തുമെന്നാണ് മുന്നറിയിപ്പ്. ഇന്നലെ പാലക്കാട് രേഖപ്പെടുത്തിയത് 39.2 ഡിഗ്രി സെൽഷ്യസ് ആണ്. കഴിഞ്ഞ വെള്ളിയാഴ്ച പാലക്കാട് രേഖപ്പെടുത്തിയ 40 ഡിഗ്രി ചൂടാണ് ഈ സീസണിലെ ഏറ്റവും ഉയർന്ന താപനില. പാലക്കാടിന് പുറമെ കണ്ണൂർ, കൊല്ലം ജില്ലകളിലും 40 ഡിഗ്രിക്കടുത്ത് ചൂട് ഉയർന്നിരുന്നു. കൊല്ലത്ത് ഇന്ന് 39 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരാൻ സാധ്യതയുണ്ട്. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, തൃശൂർ, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ 37 ഡിഗ്രി സെൽഷ്യസ് വരെയും തിരുവനന്തപുരം, മലപ്പുറം ജില്ലകളിൽ 36 ഡിഗ്രി സെൽഷ്യസ് വരെയും താപനില ഉയരാം. സൂര്യാഘാത സാധ്യത കണക്കിലെടുത്ത് ജാഗ്രത പാലിക്കണമെന്നാണ് നിർദ്ദേശം. നിർജ്ജലീകരണം തടയാനും നേരിട്ട് ശരീരത്തിൽ സൂര്യപ്രകാശം ഏൽക്കാതിരിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കണമെന്നും കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നു. അമൃത ന്യൂസ്, തിരുവനന്തപുരം. UDF വൻ ഭൂരിപക്ഷത്തിൽ അധികാരത്തിൽ വരുമെന്ന് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല. വിജയത്തിന്റെ ക്രെഡിറ്റ് രാഹുൽ ഗാന്ധിക്ക് നൽകാൻ ആഗ്രഹിക്കുന്നു. കേരളത്തിലെ UDF-നെ ഒറ്റക്കെട്ടായി അദ്ദേഹം നയിച്ചു. ഭരണവിരുദ്ധ തരംഗം ശക്തമായി താഴെത്തട്ട് മുതൽ അലയടിച്ചു. CPM-ന്റെ കണക്കുകൾ കെട്ടിപ്പൊക്കിയതാണെന്നും ജയിച്ചാൽ തർക്കമില്ലാതെ മുഖ്യമന്ത്രിയെ തീരുമാനിക്കുമെന്നും ചെന്നിത്തല തൃശൂരിൽ പറഞ്ഞു. ഒരു വലിയ തരംഗം UDF-ന് അനുകൂലമായിട്ടുണ്ട്. 100 സീറ്റ് കിട്ടണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. അതനുസരിച്ചാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത്. എത്ര വരെ പോകും എന്നുള്ളത് നമുക്ക് 4-ാം തീയതി കാത്തിരിക്കും. അപ്പം മൊത്തത്തിൽ കോൺഗ്രസിൽ ഐക്യവും യോജിപ്പും എല്ലാം UDF-ലും ഒരു കെട്ടുറപ്പുണ്ടായതുകൊണ്ട് നല്ല വിജയം നേടുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. ജനങ്ങൾ ഈ ഗവൺമെൻറ് മാറണം, ഒരു പുതിയ ഗവൺമെൻറ് വരണം എന്ന ആഗ്രഹം ജനങ്ങൾക്കുണ്ടായിരുന്നു. ഭരണവിരുദ്ധ വികാരം ശക്തമായി തന്നെ താഴെ തലങ്ങളിൽ പ്രകടമായിരുന്നു. ഇപ്പം ഞാൻ തന്നെ മിക്കവാറും എല്ലാ ജില്ലകളിലും പോവുകയും പ്രചരണ പരിപാടിയിൽ പങ്കെടുക്കുകയും ചെയ്തിട്ടുള്ള ആളാണ്. അപ്പോൾ അത് ജനങ്ങളുടെ പൾസ് UDF-ന് അനുകൂലമായിരുന്നു. അത് ഇത്തവണ UDF വലിയ ഭൂരിപക്ഷത്തിൽ അധികാരത്തിൽ വരുമെന്ന് കോൺഗ്രസ് നേതാവ് VM സുധീരൻ പറഞ്ഞു. എന്നാൽ കോൺഗ്രസിലെ മുഖ്യമന്ത്രി ചർച്ചകൾക്ക് ഒരു പ്രസക്തിയും ഇല്ല എന്നും സുധീരൻ പറഞ്ഞു. തെരഞ്ഞെടുപ്പിനെ കുറിച്ച് എല്ലാവരും പറഞ്ഞ പോലെ പൊതുവെ എനിക്ക് തോന്നുന്നൊരു ഏകകണ്ഠമായൊരു അഭിപ്രായമാണ്. CPM നേതൃത്വം ചില വ്യത്യസ്ത അഭിപ്രായങ്ങൾ പറഞ്ഞെങ്കിലും കേരളം ഈ കാര്യത്തിൽ പൊതുവായ ഒരു വികാരമാണ് ഇതേവരെ പ്രകടിപ്പിച്ചിട്ടുള്ളതെന്ന് സംശയമില്ല. ഇടതുപക്ഷ അനുകൂലികളായി കാലങ്ങളായി അവർക്ക് വോട്ട് ചെയ്തിരുന്ന ആളുകൾ, BJPക്ക് കാലങ്ങളായി വോട്ട് ചെയ്തുകൊണ്ടിരുന്ന ആളുകൾ, മോഡി ഭരണകൂടത്തിൽ അസംതൃപ്തരായ ജനങ്ങൾ, പിണറായി ദുർഭരണത്തിൽ അസംതൃപ്തരായ ജനങ്ങൾ ഈ തവണ ഐക്യജനാധിപത്യ മുന്നണിക്ക് വോട്ട് ചെയ്യും. മഹാഭൂരിപക്ഷത്തോടുകൂടി ഐക്യജനാധിപത്യ മുന്നണി കേരളത്തിൽ അധികാരത്തിൽ വരും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാർഷിക സമൃദ്ധിയുടെ പ്രതീകമായ ആഘോഷമാണ് കൃഷി. നാട്ടിലെ കണികൾ കെങ്കേമമാക്കാൻ കൃഷിയിടത്തിൽ വിയർപ്പൊഴുക്കുന്ന 75-കാരനായ ഒരു കർഷകൻ കോതമംഗലത്തുണ്ട്. കോതമംഗലം വാരപ്പെട്ടി സ്വദേശി മെഹ്റൂബിന്റെ വിളവെടുപ്പ് കാഴ്ചകളിലേക്ക്. അധ്വാനിക്കാൻ മടിയില്ലാത്ത ചെറുപ്പക്കാരൻ, പ്രായം 75. വിഷുവിനെ വരവേൽക്കാൻ മെഹ്റൂബ് കൃഷിയിടത്തിൽ വിളവെടുപ്പിന്റെ തിരക്കിലാണ്. ഐശ്വര്യവും സമൃദ്ധിയും നിറഞ്ഞ ഒരു വർഷത്തിനായി കണ്ടുണരാനായി, മനസ്സെറിഞ്ഞ് ഭക്ഷിക്കാനായി നാടൻ പച്ചക്കറിയുടെ സമൃദ്ധി. മണ്ണിനോടുള്ള സ്നേഹത്തിന് ഒരിക്കലും പ്രായം തടസ്സമല്ലെന്ന് തെളിയിക്കുകയാണ് കൃഷിയിടത്തിലെ മമ്മൂട്ടിയായ മെഹ്റൂബ്. വെള്ളരി, കുക്കുംബർ, പയർ, തണ്ണിമത്തൻ, ചീര തുടങ്ങിയവയുടെ വിളവെടുപ്പാണ് ഈ വിഷുക്കാലത്ത്. ഞാൻ ഈ തവണ വിഷു പ്രമാണിച്ച് പാടത്ത് ഒരു 80 സെൻറ്റ് സ്ഥലത്ത് പയർ, കുക്കുംബർ, വെള്ളിരി, തണ്ണിമത്തൻ, ചീര മുതലായ കൃഷികൾ ചെയ്തിരുന്നു. ദൈവാനുഗ്രഹം കൊണ്ട് ഇതുവരെ വലിയ മോശമൊന്നും വന്നില്ല. എങ്കിലും നല്ല കൃഷിയാണ് എനിക്ക് കിട്ടിയത്. ഈ തവണ വിഷുവിന് വെള്ളിരി ഓർഡറുണ്ട്. എല്ലാ ഓർഡറും തീർന്നു. ഇനിയിപ്പോൾ മൂന്നാമത്തെ പറച്ചിലാണ്. ഇപ്പോൾ മൂന്നാമത്തെ പറച്ചിൽ കഴിഞ്ഞ് ഇതിന് ഓർഡറുണ്ട്. പ്രായത്തിന്റെ ബുദ്ധിമുട്ടുകൾ ഒന്നും കണക്കാക്കാതെ എല്ലാ ദിവസവും വയൽ ചിലവഴിച്ച് വളർത്തിയെടുത്ത വിളകൾ കാണുമ്പോൾ മെഹ്റൂബിന്റെ സന്തോഷത്തിന് നൂറുമേനി. കൃഷിയാണ് ഇദ്ദേഹത്തിന്റെ സന്തോഷം. മെഹ്റൂബിന്റെ ഈ അധ്വാനം, ഈ വിളകൾ പുതുതലമുറയ്ക്ക് നൽകുന്ന ഒരു വിഷു പാഠമാണ്. അമൃത ന്യൂസ്, കൊച്ചി.
തമിഴ്നാട്ടിൽ BJP പ്രകടന പത്രിക പുറത്തിറക്കി. സൗജന്യ LPG സിലിണ്ടറുകൾ എല്ലാ കുടുംബനാഥന്മാർക്കും പ്രതിമാസം 2000 രൂപ സഹായവും ഓരോ വീടിനും 10,000 ഒറ്റത്തവണ തുകയും നൽകും. പ്രത്യേക ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ സ്ഥാപിക്കുമെന്നും കേന്ദ്രമന്ത്രി JP നദ്ദ അറിയിച്ചു. ചെന്നൈയിൽ നടന്ന ചടങ്ങിൽ കേന്ദ്രമന്ത്രി JP നദ്ദ, തമിഴ്നാട് BJP പ്രസിഡന്റ് നയനാർ നാഗേന്ദ്രൻ, BJP നേതാക്കളായ K. അണ്ണാമലൈ, തമിഴ്സൈ സൗന്ദരരാജൻ എന്നിവർ പങ്കെടുത്തു. ബംഗാളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് പോരാട്ടം കനക്കുന്നു. ആദ്യഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്ന മണ്ഡലങ്ങളിൽ പരസ്യപ്രചാരണം അവസാനിക്കാൻ ഇനി ഒരാഴ്ച മാത്രം. മമതാ സർക്കാരിനോട് വിട പറയാൻ ജനങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞുവെന്നും BJP അധികാരത്തിൽ വന്നാൽ അഴിമതിക്കാരെ തലകീഴായി കെട്ടിത്തൂക്കുമെന്നും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ഭീകരർക്ക് ബിരിയാണി നൽകി സൽക്കരിച്ചവരാണ് കോൺഗ്രസും മമതാ ബാനർജിയുമെന്നും ബംഗാളിൽ തെരഞ്ഞെടുപ്പ് റാലിയിൽ അമിത്ഷാ പറഞ്ഞു. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ കുറ്റപത്രം വൈകുന്നതിന്റെ പ്രധാന ഉത്തരവാദി സർക്കാരാണെന്ന് കോൺഗ്രസ് നേതാവ് VM സുധീരൻ. CPMന്റെ പ്രധാനപ്പെട്ട നേതാക്കൾ ഉൾപ്പെടുമെന്ന് കണ്ടതോടെയാണ് ഈ നീക്കം ഉണ്ടായത്. എല്ലാവർക്കും സ്വാഭാവിക ജാമ്യം നേടിക്കൊടുത്തതും സർക്കാരാണെന്നും സുധീരൻ ആരോപിച്ചു. ഒരു ഭരണകൂടത്തിൻ്റെ ദയനീയമായ പരാജയം എന്നല്ലാതെ എന്തു പറയാനാണ്? അന്വേഷണം മുന്നോട്ട് പോയാൽ അത് കൂടുതൽ തങ്ങളുടെ താല്പര്യമുള്ള ആളുകൾ, പാർട്ടി നേതാക്കൾ, ഉത്തരവാദപ്പെട്ടവർ നിയമത്തിൻ്റെ മുന്നിൽ കുടുങ്ങും. നിയമം അവരെ പിടികൂടും. അവർ തുറുങ്കിലടയ്ക്കപ്പെടും. IPLൽ ചെന്നൈ സൂപ്പർ കിങ്സ് ഇന്ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ നേരിടും. സഞ്ജു സാംസന്റെ സെഞ്ചുറി കരുത്തിൽ ഡൽഹിക്കെതിരെ നേടിയ തകർപ്പൻ ജയം ചെന്നൈക്ക് വലിയ ആത്മവിശ്വാസമാണ് നൽകുന്നത്. മറുവശത്ത് കളിച്ച മത്സരങ്ങളിലെല്ലാം പരാജയപ്പെട്ട് പോയിന്റ് പട്ടികയിൽ അവസാന സ്ഥാനത്തുള്ള കൊൽക്കത്ത സീസണിലെ ആദ്യ ജയം തേടിയാണ് ഇന്ന് ചെപ്പോക്കിൽ ഇറങ്ങുന്നത്. ചെന്നൈ നിരയിൽ MS ധോണി ഇന്നും കളിച്ചേക്കില്ല എന്നാണ് സൂചന. നായകൻ ഋതുരാജിന്റെ മോശം ഫോമാണ് ചെന്നൈയുടെ പ്രധാന തലവേദന. രാത്രി 7:30 മുതൽ ചെന്നൈയിലാണ് മത്സരം. ഉച്ചവാർത്ത പൂർണ്ണമാവുകയാണ്. കൂടുതൽ വാർത്തകൾ കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ സന്ദർശിക്കുക. നമസ്കാരം.